20 സെൻറ്റ് സ്ഥലം, ലുക്കൊരു വീട്, അത്യാവശ്യം വരുമാനമുണ്ട്, കുറച്ചധികം തെങ്ങുകൊണ്ട് ജാതി മാവ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക. കണ്ടാ ഇഷ്ടം പോലെ കായ്ഫലമുള്ള തെങ്ങാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തെങ്ങ് കയറിയുള്ളൂ, തേങ്ങ കൂട്ടിയിട്ടേക്കണേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു 100-300 തേങ്ങ ഉണ്ടാവുമെന്ന് തോന്നുന്നു. 4 ബെഡ്റൂമുള്ള വീടാണ്. ഞാൻ എല്ലാം വിശുദ്ധമായിട്ട് കാണിച്ചു തരാം, സ്കിപ്പ് ചെയ്യാണ്ട് പോകണം. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയണം, കേട്ടിട്ട് വിളിക്കണം. കാരണം നമുക്ക് കുറച്ചധികം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാനും ഒക്കെ ഉപകരിക്കും. അതുപോലെ തന്നെ നമ്മൾ നാളെ ഒരിക്കലും ഇത് വിറ്റാലും നമുക്ക് കാശ് കിട്ടും. കാരണം പറമ്പ് കൂടുതലുള്ള പറമ്പിൻ്റെ വില ഒരു കാലത്തും ഇടിയൂല. കാരണം ഇത് അതേ കൊടുത്തൊരു പ്രൈം ലൊക്കേഷനാണ്, വലിയ വിലയും ചോദിക്കില്ല. അതാണ് ഇതിൻ്റെ അത് ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് കാശൊന്നും ചോദിക്കില്ല. അല്ല, നീറ്റ് ആൻഡ് ക്ലീൻ വീട്. കാരണം ഈ ചുടുകട്ടയും മണലൊക്കെ വെച്ച് പണിതേക്കണം, അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട്. എത്ര തെങ്ങാണെന്ന് നോക്കി. അതേ കൂട്ടി തന്നെ ജാതിയുണ്ട്. ജാതിക്കൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ. ജാതിക്കൊക്കെ പറിച്ച് ജാതിപത്രിയും കായൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, ജാതിപത്രിയും ജാതി കുരുവൊക്കെ കണ്ടില്ലേ. ഇനി ഞാൻ നിങ്ങളെ മറ്റേ തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, തേങ്ങയും കാണിച്ചു തരാം കേട്ടോ. തേങ്ങ കഴിഞ്ഞ ദിവസം തെങ്ങ് കയറിയേ ഉള്ളൂ. ഇവിടെ തെങ്ങ് കയറാൻ ആളെ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയാമല്ല. ഇത് മുകളിലോട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നില വാടക കൊടുക്കണമെങ്കിൽ വാടക കൊടുക്കുക. പുറത്തേക്കൂടി അകത്തേക്കൂടി സ്റ്റെയർ കേസ് ഉണ്ട്. കണ്ടോ, ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ തേങ്ങയും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണത്. പട്ടിക്കൂടെ എങ്ങനെയാണെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കണ്ട. ഇത് തേങ്ങ കൂട്ടിയിട്ടാണ് എന്തോരം തേങ്ങ ഉണ്ടെന്ന് നോക്കിയണ്ട. അപ്പോൾ അത്യാവശ്യം വരുമാനമൊക്കെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. നമുക്ക് വീട്ടാവശ്യമുള്ള തേങ്ങയും വെളിച്ചെണ്ണൊക്കെ ഉള്ള തേങ്ങയും പിന്നെ കുറച്ച് വിൽക്കാനും കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടി തന്നെ പറയാം. 2600 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം ഉണ്ടോ. സിറ്റ് ഔട്ട്, ഇത് മെയിൻ ഹാളാണ് ഈ കാണുന്നത്. ഉണ്ടോ, അതൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം. താഴത്തെ ഫ്ലോറിൽ തന്നെ 3 ബെഡ്റൂമുണ്ട്, മുകളിൽ 2, അങ്ങനെ 5 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ, ഗസ്റ്റ് റൂമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. ഇതിന് മാത്രം അറ്റാച്ച്ഡ് ബാത്റൂമില്ല. ബാക്കി ഇവിടെയുള്ള 2നും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അല്ലേ, ഇതാണ് മെയിൻ ബെഡ്റൂം. കണ്ടോ എന്താ നീറ്റ് ആൻഡ് ക്ലീൻ നോക്കി. കണ്ടോ, പക്കാ ഒരു വീട്. അതിൻ്റെ ബാത്റൂം, ഇത് 3ാമത്തെ ബെഡ്റൂം. അതിനും അറ്റാച്ച്ഡ്. ഞാൻ അങ്ങനെ കയറി കാണിക്കണമെന്നേ ഉള്ളൂ, വെറുതെ വീഡിയോ ലെങ്ത് ആക്കണ്ടല്ലോ. അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് എറണാകുളം നെട്ടൂരാണ്. അതായത് നമ്മുടെ ഹൈവേയിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ അകത്തായിട്ടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത്. അപ്പോൾ എറണാകുളം നെട്ടൂരൊക്കെ കൊണ്ട് തന്നെ നല്ല റെൻറ്റ് കിട്ടും. ഇപ്പോൾ താഴത്തെ 3 ബെഡ്റൂം ഇതൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ മുകളിൽ റെൻറ്റിനും കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വരുമാനമാണ്. കിച്ചണൊക്കെ ഉണ്ടല്ലേ, ഇനി സെക്കൻഡ് കിച്ചണുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം. ഇവിടെ തന്നെ സർവൻറ്റിന് ഒരു ബാത്റൂം വേറെ ഉണ്ട്. അതെ, തേങ്ങയൊക്കെ പൊതിച്ച് വെച്ചേക്കണുണ്ടോ. തേങ്ങയ്ക്ക് ഇവിടെ ക്ഷാമമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞ്. എറണാകുളത്ത് നെട്ടൂരാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. 2600 സ്ക്വയർ ഫീറ്റ്, 20 സെൻറ്റ് സ്ഥലം, 4 ബെഡ്റൂം. ഇതാണ് ഈ വീടിൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ ഡീറ്റെയിലും കണ്ട, മുകളിലത്തേക്ക് കണ്ട നല്ല അറ്റാച്ച്ഡാണ്. താഴത്തെ നേരെ സെയിം തന്നെ. ഇവിടുത്തെ ആ ഒരു ബെഡ്റൂമിന് മാത്രം കോമൺ ബാത്റൂമാണ് കൊടുത്തേക്കണം. ആ തൊട്ടിപ്പുറത്തൊരു ഈ നേരെ കാണുന്ന ബെഡ്റൂമിന് കോമൺ ബാത്റൂം. ഇതാണ് ബാൽക്കണി. ഇതിൻ്റെ സൈഡിലാണ് ഒരു കോളമൊക്കെ ഉണ്ട് കേട്ടോ. നല്ലത് കാണുന്ന ഒരു കോളമാണ്. ഈ വീടിന് ഇവർ ചോദിക്കണ വിലയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1,65,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ഉണ്ടാണ്. നേരെ കാണുന്ന ടാർ റോഡാണ്, വണ്ടി പോണ റോഡാണ് കാണുന്ന കുളത്തിൻ്റെ അപ്പുറത്ത്. പിന്നെ ഈ വീടിനാണെങ്കിൽ ഒരു 12 വർഷം പഴക്കവുമുണ്ട്. പക്ഷേ പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതേക്കൂട്ട് വെൽ മെയിൻറ്റെയ്ൻഡ് വീടാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.